പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാക്കുറെ കാണിക്കുന്നു. അവൾ സോറെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ സോറ ആവട്ടെ ലീഫ് വില്ലേജിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ മുമ്പോട്ട് ഓടും തോറും ഇപ്പൊ ലീഫ് വില്ലേജിന്റെ ഇലക്ട്രിസിറ്റി അത് പതിയെ പതിയായിട്ട് കട്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആസുമ സെൻസായി ആവട്ടെ ഇപ്പൊ ലോങ് ഷോട്ടിൽ നിന്ന് സോറയെ നോക്കി നിൽക്കും. സോറയുടെ തൊട്ട് പിന്നാലെ തന്നെ ഇപ്പൊ കുട്ടപ്പനും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സാക്കുറയ്ക്കാണെങ്കിൽ ഇപ്പൊ എന്താ നടക്കണെന്ന് മനസ്സിലാവില്ല. അവള് മുൻപോട്ട് ഓടുമ്പോ അവള് ഹൊക്കാകെ ഇടിച്ച് ഇപ്പൊ താഴെയും വീഴും. അതിന് ഹൊക്കാക പറയും, എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ സമയമില്ല, ഒരുപാട് മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ് ഹൊക്കാക മുൻപോട്ട് പോകും. ഉടനെ സാക്കുറ മുൻപോട്ട് നോക്കുമ്പോ ഇപ്പൊ ഹൊക്കാഗയുടെ റൂം അതാകെ തകർന്നു കിടക്കുന്നതായിട്ട് കാണും. എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ഇപ്പൊ സാക്കുറ ചോദിക്കുമ്പോ അതിന് ഹൊക്കാക പറയും, സോറ അവൻ എന്നെ കൊല്ലാൻ വന്നു പറഞ്ഞ് ഹൊക്കാക മുൻപോട്ട് നടക്കും. കട്ട് ചെയ്ത ഗ്രാമത്തില് ഇപ്പൊ ഇലക്ട്രിസിറ്റി പോയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും ടെൻഷനായിട്ട് എന്ത് സംഭവിച്ചു, എന്താ നടക്കണേന്ന് ഇപ്പൊ പരസ്പരം ചോദിക്കും. ഇവിടെ ഷിക്കമരു ഇപ്പൊ ചോദിച്ചോട് പറയും, ഇത് സർക്യൂട്ട് ബ്രേക്ക് പോലെ എനിക്ക് തോന്നുന്നില്ല, എന്തോ എവിടെയോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോ അതിന് ചോദിച്ചു പറയും, കുഴപ്പമില്ല, നമുക്കത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവനാവട്ടെ ഇപ്പൊ വേഗത്തിൽ ഫുഡ് കഴിക്കും. ഇവിടെ കൊനഹമാരും ടീംസും ഇരുട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. കൊനഹമാര് പറയും, ഗ്രാമത്തിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, പക്ഷെ ആരും പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പൊ അതേ സമയം ഇപ്പൊ ഗ്രാമത്തിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സിഗ്നൽ കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും ഗ്രാമത്തിൽ എന്തോ വലിയൊരു ആപത്ത് നടക്കാൻ പോവുകയാണെന്ന്. ഇവിടെ ഹൊക്കാകെ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരെയും ഇപ്പൊ വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്താണ്. ഹൊക്കാകെ നിലവിളിച്ചു പറയും, ഗ്രാമത്തിൽ എന്തോ വലിയ ആപത്ത് വരാൻ പോവാണ്. ഇതൊരു നോർമൽ പവർ കട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം പവർ സ്റ്റേഷനിൽ നിന്ന് യാതൊരു ഇൻഫർമേഷനും വന്നിട്ടില്ല. ഹൊക്കാകെ ഉടനെ അവിടെ ടീം ക്രിയേറ്റ് ചെയ്ത് അവരെ വില്ലേജിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇപ്പൊ പറഞ്ഞയക്കും. ഹൊക്കാക അസുമയോട് മാത്രം ഇപ്പൊ അവിടെ നിൽക്കാൻ പറയും. ഹൊക്കാക പറയും, സോറ അവനിപ്പോ വളരെ ഡേഞ്ചർ ആയിരിക്കാണ്, അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അത് കേട്ട് അസുമ ഷോക്കാവും. എന്ത്, നിന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ, അവൻ എന്നെ കൊല്ലാൻ വന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് എന്റെ മുൻപിൽ കൊണ്ടുവരണം. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജിന്റെ എൻട്രൻസില് ആ 4 വില്ലന്മാര് അവരങ്ങനെ വന്ന് നിൽക്കാണ്. ഒരുപാട് പക്ഷികള് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുമ്പോ ലീഫ് വില്ലേജിലെ ആളുകൾക്ക് അവരാരാണെന്ന് മനസ്സിലാവില്ല. ലീഫ് വില്ലേജിലെ ഒരു ഗാർഡ് ഇപ്പൊ അവരുടെ അടുത്തേക്ക് വന്ന് പറയും, ഇപ്പൊ ഇവിടേക്ക് പ്രവേശനമില്ല, ഗ്രാമം വലിയൊരു അപകടത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് മറ്റൊരു ദിവസം വാ. പക്ഷെ വില്ലന്മാര് അവരത് കേൾക്കേണ്ട താമസം എർത്ത് സ്റ്റൈൽ ഗിഞ്ചിപ്സ് ഉപയോഗിച്ച് അവനെ ആ സ്പോട്ടിൽ തന്നെ ഇപ്പൊ തകർത്ത് കളയും. അവര് പതിയെ പതിയെ ഇപ്പൊ എർത്ത് സ്റ്റൈൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാള് ഇപ്പൊ എങ്ങനെയോ രക്ഷപ്പെട്ട് ഹൊക്കാഗയ്ക്ക് അവന്റെ ലൈറ്റ് വെച്ച് സിഗ്നൽ കൊടുക്കും. അതുകൊണ്ട് ഹൊക്കാഗ പറയും, ഇപ്പൊ കൺഫേം ആണ്, ഗ്രാമം വലിയ അപകടത്തിലാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് തയ്യാറാവണമെന്ന് പറയുമ്പോ ഇവിടെ വില്ലന്മാരാവട്ടെ അവർ എർത്ത് സ്റ്റൈൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമം തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാക്കുറ ഏതോ ഒരു മച്ചിന്റെ പുറത്ത് കയറി കുട്ടപ്പനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആസുമ മാസ്റ്റർ ആണെങ്കിൽ വലിയ വലിയ തുരങ്കമൊക്കെ ക്രിയേറ്റ് ചെയ്ത് സോറയെ അന്വേഷിച്ച് അങ്ങനെ നടക്കാണ്. ഇവിടെ കുട്ടപ്പൻ സോറയുടെ തൊട്ടടുത്തെത്തുമ്പോ, നീ എന്തിനാടാ ഹൊക്കാഗെ അറ്റാക്ക് ചെയ്തേ, നിക്കടാ അവിടെ, നിന്റെ പ്രശ്നം എന്താ, നിന്റെ ജീവൻ രക്ഷിച്ച നറൂട്ടോ ആണ് ചോദിക്കുന്നത്. പക്ഷെ സോറ കുട്ടപ്പൻ ചോദിക്കുന്നത് മൈൻഡ് പോലും ചെയ്യാതെ മുൻപോട്ട് ഉഷാറായിട്ട് ഓടും. ആ സമയത്ത് ഇപ്പൊ വലിയൊരു പൊട്ടിത്തെറി കേട്ട് കുട്ടപ്പൻ തിരിഞ്ഞു നോക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ വില്ലന്മാരാവട്ടെ ലീഫ് വില്ലേജിന്റെ ഒരു വലിയ ബ്ലൂ പ്രിന്റ് അതവരുടെ മുൻപില് ഇപ്പൊ അങ്ങനെ തുറന്നു വെച്ച് എന്തൊക്കെയോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ലീഫ് വില്ലേജ് തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാവരും കാണും ഇപ്പൊ ഗ്രാമത്തിന്റെ 4 ഭാഗത്തു നിന്നായിട്ട് ഗ്രേറ്റ് 4 ഗേറ്റുകള് ഇപ്പൊ പതിയെ ഉയർന്നു വരുന്നതായിട്ട്. ഇവിടെ ഹൊക്കാഗെ ആവട്ടെ അതൊക്കെ കണ്ടിട്ട് ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ ഗേറ്റുകള് അതിപ്പോ ആക്ടിവേറ്റ് ആയിട്ട് അതിന് ചുറ്റും ഒരു ഷീൽഡ് പോലെ ക്രിയേറ്റ് ആവാൻ തുടങ്ങും. ആ ഒരു ഷീൽഡ് അത് അങ്ങനെ തന്നെ ഇപ്പൊ ലീഫ് വില്ലേജിനെ കവർ ചെയ്ത് പിടിക്കും. ലീഫ് വില്ലേജിലേക്ക് ആർക്കും വരാനോ അവിടുന്ന് ഇപ്പൊ പുറത്തേക്ക് പോകാനോ കഴിയില്ല. അതുകൊണ്ട് ഹൊക്കാഗ അലറി പറയും, ലെവൽ 2 മോഡ് അതോടനെ ലെവൽ 1 ആക്കി മാറ്റ്. ചിക്കമരു ഉടനെ വിളിപ്പിക്ക്, അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ഷീൽഡ് അത് തകർക്കണം. സാക്കുറയോട് പറയും, നിന്റെ സമയവും ഇപ്പൊ അടുത്ത് വന്നിരിക്കുകയാണ്, നീയും ഗ്രാമത്തിന് പുറത്തേക്ക് പോവാൻ റെഡി ആയിക്കോ. കട്ട് ചെയ്താ കുട്ടപ്പനാണെങ്കില് ചുറ്റും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷെ സോറയ്ക്ക് അവനും മനസ്സിലാവും ആ ഒരു വില്ലന്മാര് ഇപ്പൊ ലീഫ് വില്ലേജിൽ എത്തിയെന്ന്. ആ വില്ലന്മാര് ഇപ്പൊ ലീഫ് വില്ലേജിലുള്ളവരോട് പറയും, ഞങ്ങൾ നിങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല,
മറിച്ച് ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇനി മുതൽ നിങ്ങളുടെ നേതാവ് ഹൊക്കാഗെ അല്ല, നേരെ മറിച്ച് ഞങ്ങളുടെ ഫ്യൂഡൽ ഇനി മുതൽ ഈ ഒരു വില്ലേജും ലാൻഡ് ഓഫ് ഫയറിന്റെ കീഴിലായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇപ്പൊ വില്ലനാവട്ടെ അലറാൻ തുടങ്ങും. ഇവിടെ ABC സെൻസായി ഇപ്പൊ കൊനഹമാരുനോട് പറയും, വില്ലന്മാര് അവര് നമ്മളെ ട്രാപ്പ് ചെയ്ത് വെച്ച് ഇപ്പൊ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അത് കേട്ട് കൊനഹമാര് പറയും, നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല, നമ്മൾ ഇപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവണം. അതിന് ABC സെൻസായി പറയും, അതൊന്നും വേണ്ട, അത് വലിയ അപകടമാണ്. ഇപ്പൊ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിനക്ക് പറ്റുന്ന പരമാവധി ആൾക്കാരെ എവിടെയെങ്കിലും സേഫായി ഒളിപ്പിക്കണം. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ കൊനഹമാരും ടീമും അതിനായി പുറപ്പെടും. ABC മാസ്റ്റർ ആവട്ടെ ഇത് ഞാൻ ഒറ്റയ്ക്ക് നേരിടുന്നു പറഞ്ഞ് വില്ലന്മാരുടെ അടുത്തേക്ക് ചെല്ലും. ആ സമയത്ത് ആ മെയിൻ വില്ലൻ ആവട്ടെ അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ തറയിൽ ശക്തിയായിട്ട് ഇടിക്കുമ്പോ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാവും. ആ ഭൂകമ്പത്തില് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ബിൽഡിങ്ങുകള് ഇപ്പൊ പതിയെ പതിയെ തകർന്നു വീഴാൻ തുടങ്ങും. ഇവിടെ സാക്കുറ ഇപ്പൊ ബാഗൊക്കെ ഇട്ട് റെഡി ആയിട്ട് വരുമ്പോ ഹൊക്കാഗെ പറയും, നീ ആരുമായിട്ട് ഫൈറ്റ് ചെയ്യരുത്, നീ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും ചെന്ന് ആർക്കെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മെഡിക്കൽ ഗെഞ്ചിപ്സു അതുപയോഗിച്ച് ട്രീറ്റ്മെന്റ് കൊടുത്ത് എത്രയും പെട്ടെന്ന് പറ്റാവുന്ന ആൾക്കാരെ എല്ലാവരെയും രക്ഷിക്കണം. അതിന് സാക്കുറ ഓക്കെ പറഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോ ആ വില്ലന്മാരാവട്ടെ ഇപ്പൊ മോൺസ്റ്റേഴ്സ് ആയി വന്ന് ഗ്രാമത്തിലുള്ള ഒരുപാട് പേരെ തല്ലിക്കൊന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ കുട്ടപ്പൻ അവൻ സോറയുടെ പിന്നാലെ പോയി അവൻ അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. നിനക്ക് പെട്ടെന്ന് എന്ത് പറ്റി? നിന്നെ സഹായിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചത്, പക്ഷെ നീ വില്ലന്മാരുടെ കൂടെ കൂടി ഞങ്ങളുടെ ഹൊക്കാഗെ പോലും കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. അപ്പൊ അതേ സമയത്ത് അവിടേക്ക് ആസുമ സെൻസായി കൂടെ വരുമ്പോ സോറയുടെ ദേഷ്യം അത് ഡബിൾ ആവും. നീയല്ലേ എന്റെ അച്ഛനെ കൊന്നവൻ, നിന്റെ മരണം കൊണ്ട് മാത്രമേ എന്റെ പ്രതികാരം അതടങ്ങൂ. അസുമ മാസ്റ്റർ പറയും, നിനക്ക് റിവഞ്ച് അതെന്നോടല്ലേ, അതിനെന്തിന് നീ ഹൊക്കാഗെ കൊല്ലാൻ ശ്രമിച്ചു? അതിന് സോറ പറയും, നീ നിന്റെ ഹൊക്കാഗയ്ക്ക് വേണ്ടിയല്ലേ എന്റെ അച്ഛനെ കൊന്നത്, അതുകൊണ്ട് ആദ്യം നിന്റെ ഹൊക്കാഗെ കൊന്ന് പിന്നീട് നിന്നെ കൊല്ലാമെന്നാണ് ഞാൻ കരുതിയത്. അത് കേൾക്കുമ്പോ ഇപ്പൊ അസുമയ്ക്ക് കലി കയറി അവൻ അടിക്കാനായിട്ട് ചാടി വീഴും. പക്ഷെ സോറ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അസുമയെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് തെന്നി മാറും. അപ്പൊ ആസുമ സെൻസായിക്ക് മനസ്സിലാവും ഇവൻ ആ ഒരു വില്ലന്മാരുടെ കൂടെ ചേർന്നാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. കാരണം ആ വില്ലന്മാരുടെ ആവശ്യമായിരുന്നു ലീഫ് വില്ലേജിലെ ഹൊക്കാഗെ കൊന്നു കളയണമെന്ന്. മാത്രമല്ല ലീഫ് വില്ലേജിനെ ലാൻഡ് ഓഫ് ഫയറിന്റെ കീഴിലാക്കണമെന്നും അവരാഗ്രഹിച്ചു. അവരുടെ ഫ്യൂഡൽ ലാർഡിനെ ലീഫ് വില്ലേജിന്റെ നേതാവാക്കാനാണ് ഇപ്പൊ സോറയെ അവര് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അസുമ കുട്ടപ്പനോട് പറയും, ഇപ്പൊ ഗ്രാമത്തിന്റെ അവസ്ഥ അത് വളരെ മോശമാണ്, നീ ഇവന്റെ കാര്യം നോക്കിക്കോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോണെന്ന് പറഞ്ഞ് അസുമ സെൻസായി ആവട്ടെ ഇപ്പൊ തിരികെ ഗ്രാമത്തിലേക്ക് പോകും. കട്ട് ചെയ്താ ഇവിടെ ലീഫ് വില്ലേജില് ഒരുപാട് പേര് ഇതിനോടൊക്കെ മരിച്ചു വീണു. സാക്കുറ ആവട്ടെ അവളാ കഴിയും വിധം ഇപ്പൊ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അസുമ സെൻസായി അവസാനമായിട്ട് കുട്ടപ്പനോട് പറയും, ലീഫ് വില്ലേജിലുള്ള എല്ലാവരെയും അവര് കൊല്ലും. അത് കേട്ട് സോറ ഷോക്കായിട്ട്, ഒരിക്കലുമില്ല, അവര് ലീഫ് വില്ലേജിലുള്ള ആരെയും തന്നെ കൊല്ലില്ല, എനിക്ക് ഉറപ്പുണ്ട്, അവർക്ക് ആവശ്യം നിങ്ങളുടെ ഹൊക്കാഗെ മാത്രമാണ്. അതിന് ആസുമ പറയും, ഇപ്പൊ ലീഫ് വില്ലേജിന്റെ അവസ്ഥ അത് നീ കണ്ടു നോക്ക്, അവര് നിന്നെ വെച്ച് ഇപ്പൊ ലീഫ് വില്ലേജ് മുഴുവനായിട്ടും ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ ലീഫ് വില്ലേജ് അത് തകർത്തു, നിന്നെ മുതലെടുത്ത് ഉറപ്പായിട്ടും അവർ ഈ ഗ്രാമം നശിപ്പിക്കും. അതിന് കുട്ടപ്പൻ നിലവിളിച്ച് പറയും, അപ്പൊ ഞങ്ങളുടെ ഗ്രാമം അത് നശിപ്പിക്കാനാണോ നീ ആ വില്ലന്മാരുമായിട്ട് ഇപ്പൊ ഇവിടേക്ക് വന്നത്? അതിനവൻ, അയ്യോ ഇല്ലില്ല, സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ല. അസുമ കുട്ടപ്പനോട് പറയും, ഇനിയും സമയം കളയാനില്ല, നീ ഇവന്റെ കാര്യം നോക്ക്, ഞാനിപ്പോ ഗ്രാമത്തിലേക്ക് പോവാണ്. കുട്ടപ്പൻ ശരിയെന്ന് പറഞ്ഞ് ഇപ്പൊ സോറോയുടെ അടുത്തേക്ക് ചാടി അടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ മറ്റൊരു സ്ഥലം കാണിക്കാണ്. അവിടെ ലൈറ്റ്നിങ് പവർ അതാകെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു 3 ബോഡി ഷീൽഡിലും ലൈറ്റ്നിങ് പവർ അടിക്കുമ്പോ ആ ഒരു ഷീൽഡ് അത് ആക്ടിവേറ്റ് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.